ഹായ് തേടെ മാറിയോ അണ്ണൻ വീണ്ടും വന്നിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്. എനിക്കിന്ന് കുറച്ച് തിരക്കുകളായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഒരു ദിവസം പിന്നിട്ടിട്ടാണെങ്കിൽ നമുക്കതിന് മറുപടി കൊടുക്കാമല്ല. ഞാൻ കൊടുത്ത മറുപടിക്ക് ഇതുവരെ മറുപടി വന്നിട്ടില്ല. മറുപടി വരാനും സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ഏതായാലും അമരാവതം തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഇവിടുന്ന് അമരാവതം സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഈ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് തർക്കമില്ല. കാരണം പുള്ളി പറഞ്ഞ ഒരു സംഗതി, അതായത് സ്ത്രീകളെ അടിക്കാമോ എന്നുള്ളത്, അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, അത് ഖുർആനിലുണ്ട്. അത് പുള്ളി പറഞ്ഞത് ശരിയാണ്. അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്കത് തുടങ്ങാം. പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ മനസ്സിലാക്കിയത് ബേസിക്കലി പറയുകയാണെങ്കിൽ, ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഭയങ്കര തർക്കം ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണുങ്ങളെ അടിക്കാൻ നിർദ്ദേശിക്കുക, ഇതെന്ത് വാഴ എന്നായിരുന്നു. മതഗ്രന്ഥം പഠിക്കാതെ നമുക്കിത് തോന്നും, മതഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. സോ എന്നെ കാണുന്ന പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളൂടെ കാണാൻ വേണ്ടി പറയുന്നുണ്ട്, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനകത്തുള്ള ആ ക്ലൗസ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. സംശയലേശമന്യേ എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, സ്ത്രീകൾക്ക് ഏറ്റവും പരിഗണനയുള്ള ഒരു മതം ഇസ്ലാം മതം തന്നെയാണ്. തർക്കമേ വേണ്ട. ഇസ്ലാമിലുള്ള പെണ്ണുങ്ങളുടെ അവകാശങ്ങൾ ബീറ്റ് ചെയ്യാൻ ഇനിയൊരു മതം വന്നുണ്ടാകണം. അമ്മാതിരി സാധനം അതിനകത്തുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ ചവിട്ടിപ്പിടുത്തത്തിൽ തിരിച്ചറിയാതെ പോയ സംഗതികളാണ്. വിവാഹമോചനവും അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എനിക്കിതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ട്. ഇതൊരു അവസരമല്ല, പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ അതും കൂടെ ചേർത്ത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ പെണ്ണുങ്ങൾ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്, കേൾക്കുക തന്നെ വേണം, നിർബന്ധമായും കേൾക്കണം. ഞാനിത് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. അപ്പോൾ മറിയോ പറഞ്ഞ ആ ഒരു പോർഷനിലേക്ക് പോകാം. അപ്പൊ ഇന്ന് ഒരു ദിവസം ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടിയിൽ മിനിമം ഒരു 50ഓളം കമന്റുകൾ ഞാൻ വായിച്ച ഒരേ ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? ഇതിപ്പം ഹസൻ കായന്ന ബസർ എന്ന് പറയുന്ന ആളുകളാണ്, ഞാൻ ഡിസ്പ്ലേയിൽ ഇട്ടേക്കാം. അയാൾ പറയുന്നത്, നീ ആ പാവം സ്ത്രീയുടെ തലയിൽ അടിച്ചു പൊളിച്ചില്ലേ, നീ ആദ്യം നന്നാവാൻ നോക്ക്. പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ തല അടിച്ചു പൊളിച്ചില്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അടിച്ചോ? ഈ പറഞ്ഞ ആളിട്ടിരിക്കുന്ന പോസ്റ്റ് അത് നിങ്ങൾ വായിക്കുക, ആ കമന്റ് വായിക്കുക. അതിനകത്ത് അയാൾ എന്താണ് പറഞ്ഞത്, അതിനകത്ത് എന്താ അയാൾ മിസ്റ്റേക്ക് പറഞ്ഞിട്ടുള്ളത്? അയാൾ പറഞ്ഞത് വളരെ കൃത്യമല്ലേ. അതിനകത്ത് അയാൾ മതം കുത്തിക്കയറ്റിയിട്ടില്ല, ക്രൈസ്തവരെ പറയുന്നില്ല, ഇസ്ലാമിയരെ സപ്പോർട്ട് പറയുന്നില്ല, യാതൊരു രീതിയിലുള്ള മതചിന്തയോ മത സംസാരമോ അതിനകത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞതാണ്, നീ ആദ്യം ഒന്ന് നന്നാവാൻ നോക്ക്, നീ നിന്റെ പെണ്ണുപിള്ളയുടെ തല അടിച്ച് പൊട്ടിച്ചവനല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിനക്ക് എവിടുന്ന മതം കണ്ടത്? നീ എങ്ങനെയാണ് ഇതിനകത്ത് മതവാദം കൊണ്ട് കുത്തിക്കയറ്റിയത്? അപ്പൊ തന്നെ മറിയുടെ ഇന്റൻഷൻ മനസ്സിലായില്ലേ? ഇവനെ അക്സെപ്റ്റ് ചെയ്യാതെ നിൽക്കുന്ന ക്രൈസ്തവരെ ഒന്ന് വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവൻ പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വളരെ വൾഗറായ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഗതിയാണ് ഇവ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്തായാലും മതപണ്ഡിതന്മാർ ഇതിന് മറുപടി പറയാനായിട്ട് വരത്തില്ല എന്നുള്ള ധൈര്യവും കൂടി ആയിരിക്കും അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാവുക. കേൾക്കാം. എന്നതോ കുളിച്ചോ എന്നതോ ഞാനോ ജിജിയോ അല്ല തീരുമാനിക്കേണ്ടത്. അതിപ്പോ കോടതിയിലാണ് കേസ്, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു പക്ഷെ കോടതി വിധിക്ക് മുമ്പ് ജിജിയെ തുറന്ന് നിങ്ങളോട് ചില സത്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വരാം, അതുകൊണ്ട് വെയിറ്റ്. പക്ഷെ എന്റെ വിഷയം അതല്ല. ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, ടാവോയിസം, കൺഫ്യൂഷനിസം, ഷിൻഡോയിസം, സൊറോസ്ട്രിയനിസം, ജൂഡായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, മാവോയിസം, മോത്തീസം, ഇങ്ങനെ ലോകത്ത് ഈ മാവോയിസം മതമാണോ? എനിക്കറിയത്തില്ല കേട്ടോ, സംശയം പറഞ്ഞതാ. ചരിത്രത്തിലുള്ള മതങ്ങളും ചരിത്രാതീത മതങ്ങളെയും കുറിച്ച് ഒരു പരിധിവരെയൊക്കെ ഓടിച്ച് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു പരിധിവരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ലോക മതഗ്രന്ഥങ്ങളിൽ ഒരേ ഒരു മതഗ്രന്ഥം, ആ മതഗ്രന്ഥം പൊതുവെ ലോകത്തിന് ഒരു അസമാധാനമാണ്. വളരെ സമാധാനത്തോടെ ജീവിത യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാവരുടെയും അസമാധാനം സൃഷ്ടിക്കുന്ന ഒരു മതപുസ്തകം. ആ പുസ്തകത്തില് ഒരു അധ്യായം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഖുർആനിന്റെ 3-ാം അധ്യായം 34-ാമത്തെ 3-ാം അധ്യായം 34 അല്ലടാ പൊട്ട. ആ അധ്യായത്തിലേക്ക് നമുക്ക് വരാം, അതവിടെ നിൽക്കട്ടെ. ഇപ്പം പറഞ്ഞത് പച്ച നുണയാണ്, കേൾക്കാം. വാക്യമാണ് അത്. ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ മലയാളവും ഇംഗ്ലീഷ് ഇട്ടാക്കാം. 3-ാം അധ്യായം അന്നിസ എന്ന് പറയും, സ്ത്രീകളാണ് സബ്ജക്ട് തന്നെ. സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ അനുസരണക്കേട് ഭയപ്പെടുന്നുവെങ്കിൽ, അതായത് ഭാര്യയിൽ നിന്ന് ഭർത്താവ് അനുസരണക്കേട് ഭയപ്പെട്ടാൽ ആദ്യം അവരെ ഉപദേശിക്കണം. ഒന്നാമത്തത് ഉപദേശിക്കണം കേട്ടോ. രണ്ടാമത്തത് അവരെ കിടപ്പറയിൽ നിന്ന് പുറത്താക്കണം, അതായത് ബെഡ്റൂമിൽ നിന്ന് അവരെ പുറത്താക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോവുക ചെയ്യുക. 3, പിന്നെയും അവർ വഴങ്ങാതിരുന്നാൽ വദ്രിബുഹുന്ന, അറബി വാക്കാണ് അർത്ഥം, അവരെ അടിക്കുക, അവരെ ശിക്ഷിക്കുക എന്നാണ്. ഈ ഭൂമിയിലുള്ള മതഗ്രന്ഥങ്ങളിൽ എനിക്കറിയാവുന്നിടത്തോളം ഖുർആൻ മാത്രമാണ് സ്വന്തം ജീവിത പങ്കാളിയെ തല്ലാൻ, അടിക്കാൻ, ഇടിക്കാൻ, വേണ്ടി വന്ന മെതിക്കാൻ അവസരം കൊടുത്ത ഒരു മതഗ്രന്ഥം. ഏതെങ്കിലും ഒരു ബൈബിൾ വാക്യത്തില് നീ പോയി ഭാര്യനെ തല്ലാൻ കൽപ്പിച്ചത് കാണിച്ചു തരാൻ പറ്റുമോ? ഞാനിതുവരെയും കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരണം. ഞാൻ കാണിച്ചു തരാം, പക്ഷെ അതോടെ നീ ഇത് നിർത്തിപ്പോണം. ഈ സാധനം ബൈബിളിക്ക് വചനത്തിലുള്ള സാധനം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ നീ ഇത് നിർത്തി പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു വശം.
ഏതായാലും കേൾക്കാം ബാക്കിയും കൂടെ. പക്ഷെ ഇവിടെ അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യനെ തല്ലാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു മതഗ്രന്ഥമാണ്. നിങ്ങളുടെ ആ ഒരു ആശയം, നിങ്ങൾ ഭാര്യയെ തല്ലാറുണ്ട്, ഞാൻ സമ്മതിച്ചു, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മുസ്ലിമീങ്ങൾ അങ്ങനെ ഭാര്യമാരെ തല്ലുന്നത്. അതുപോലെയാണ് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഞങ്ങൾ എന്ന തെറ്റിദ്ധാരണ, അത് ഭൂലോക മണ്ടത്തരമാണ്. ഞങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തെന്നുള്ളത് തെളിവ് സഹിതം താമസിയാതെ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. വെയിറ്റ് ആൻഡ് സീ. ഞാൻ ഒരിക്കലും ഒരു വർഗീയവാദിയല്ല. മതങ്ങൾ തമ്മിൽ തെറ്റിക്കണമെന്നോ മതങ്ങൾ തമ്മിൽ അടിയുണ്ടാകണമെന്നോ അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കണമെന്നോ ഒന്നും ഒരിക്കലും ചിന്തിക്കുന്ന ആളല്ല. നീ വർഗീയവാദിയാണ്, നീ മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നിൽക്കുന്നവനാണ്, നീ പോക്കൃത്തരം പറഞ്ഞുണ്ടാക്കുന്നവനാണ്, നീ വെറും വൃത്തികെട്ടവനാണെന്നുള്ളതാണ് നിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനകത്ത് തർക്കമേതുമില്ല. ഏതായാലും ഈ ഒരു സംഗതിയിൽ ഇവൻ പറഞ്ഞ ആ ഒരു അത് 4:34 അധ്യായം 4 34 ആയത്തിലാണ് സ്ത്രീകളെ മർദ്ദിക്കാൻ ആഹ്വാനം പറയുന്നത്. അല്ലേ? മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്തു എന്നല്ലേ നീ കണ്ടുപിടിച്ചത്? ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ, അല്ലടാ, നീ മുസ്ലിം ആയതുകൊണ്ടാണോ അവളെ തല്ലിയത്? ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന നീ തല്ലുന്നില്ല എങ്കിൽ നീ തല്ലിയ കാര്യമല്ലേ പബ്ലിക്കിൽ വന്നത്, അല്ലാതെ ഒരു മുസ്ലിം തല്ലിയ കാര്യമല്ലല്ലോ പറയുന്നത്. ഇതേ സംഗതി ഒരു ഇസ്ലാമാണ് ചെയ്തതെങ്കിൽ അവന് നരകമാണ്. കാരണം സ്ത്രീകളെ തല്ലാൻ പാടില്ല എന്നും പ്രത്യേകിച്ച് ഇണയെ തല്ലാൻ പാടില്ല എന്നും പ്രത്യേകം എടുത്തു പറയുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. പിന്നെ ഈ ഒരു ആയത്തിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്, നീ മേത്തനായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലേ സുലൈമാനെ, നിനക്ക് പെണ്ണുമ്പളെ തല്ലണമെന്ന് തോന്നിയത്? നീ ക്രിസ്ത്യാനിയായി ജീവിച്ചിരുന്നെങ്കിൽ ക്രൈസ്തവ മതത്തിൽ ഇങ്ങനെ ഒരു സംഗതിയെ പറയുന്നില്ല, ഭാര്യയെ അടിക്കരുതെന്ന് പറയുന്ന അല്ലെങ്കിൽ അടിക്കാനേ പാടില്ല എന്ന് പറയുന്ന മതത്തിൽ ജീവിച്ചിട്ട് നീ എന്തിനാണ് ആ പെണ്ണുമ്പിള്ളയുടെ തലതല്ലി പൊളിച്ചത്? അപ്പൊ തലതല്ലി പൊളിച്ചത് ആരാണ്? നീ തന്നെയാണ്. എന്നിട്ട് നീ വഴക്ക് പറയുന്ന ആരെയാണ്? ഇസ്ലാമിയരെയാണ്. ഒരു ഇസ്ലാമാണ് ഇത് ചെയ്തതെങ്കിൽ 100% തെറ്റാണ്. അവനെ ഒരു കാരണവശാലും പരിഗണിക്കപ്പെടുകയോ അവ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വന്തം ഭാര്യയെ തല്ലുന്നവൻ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി ഖുറാനിലെ സൂറത്തു നാസിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. 4-ാം അധ്യായം 34-ാം ആയത്തിൽ സ്ത്രീകളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്യുകയല്ല, മറിച്ച് വിവാഹബന്ധം തകർക്കുന്ന ഗുരുതരമായ നുഷൂസ്, അതായത് നുഷൂസിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ആ ഒരു വിരുദ്ധത, ധിക്കാരം, അതൊക്കെ പറയാം, അങ്ങനെയും പറയാം, ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ദാമ്പത്യ ജീവിതം രക്ഷിക്കാനുള്ള ക്രമബന്ധമായ 3 ഘട്ടങ്ങളാണ്. 3 ഘട്ടങ്ങളെയാണ് പറയുന്നത്. ഒരു ദാമ്പത്യ ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 3 രീതിയിൽ ഇതിനെ പരിഗണിച്ച് സോഫ്റ്റ് ആക്കി ഈ പ്രശ്ന പരിഹാരം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നിലാണ് ഈ തല്ലൽ വരുന്നത്. വരാം, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് തിങ്, 1-ാം ഘട്ടം സ്നേഹപൂർവ്വം ഉപദേശിക്കുക. ആ പെണ്ണുമ്പിളെ തല്ലാൻ പറഞ്ഞ ആളിനെ സ്നേഹപൂർവ്വം ഉപദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉപദേശിക്കാം. 2-ാം ഘട്ടം കിടപ്പുമുറിയിൽ അകലം പാലിച്ച് ബന്ധത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക. കിടക്കമുറിയിൽ അകലം പാലിക്കുന്ന സാധാരണ പെണ്ണുങ്ങളാണ് ആ പരിപാടി ചെയ്യുന്നത്. ഈ നമ്മൾ പലതും ഡിഫൈൻ ചെയ്യുമ്പം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ പലകയിൽ, പ്രസവ പലകയിൽ പോലും പെണ്ണ് വഴങ്ങണമെന്ന് പറയണത് ആ ഒരു എക്സ്പ്ലനേഷനാണ്. ഇപ്പം ഹൈ പെയിനിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആ സമയത്ത് പോലും ഭർത്താവിനെ പരിഗണിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ല ആ പലകയിൽ ബന്ധപ്പെടാനല്ല. ഈ കൊച്ചു ചാടി വെളിയിലോട്ട് വരാതിരിക്കുന്നിടത്തൊക്കെ ആർക്കെങ്കിലും കുത്തിക്കയറ്റാൻ തോന്നുക, അതൊക്കെ കോമൺ സെൻസ് ഇല്ലാത്ത, അതിനെ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നവന്മാർക്ക് ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ പറയുന്നത്. പക്ഷെ അത്തരത്തിലാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, ഈ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും ഹറാമാണ്, അത് മാതൃഭോഗത്തിന് തുല്യമാണെന്ന് പറഞ്ഞ ഉടനെ ആരിഫ് കൈവന്നെ പറഞ്ഞില്ലേ, എന്നാ പിന്നെ മാതൃഭോഗം ചെയ്തിട്ടില്ല കാര്യം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലുള്ള തെറ്റാണത്. ഇപ്പൊ 2-ാം ഘട്ടം കിടപ്പുമുറിയിലെ അകലം പാലിച്ച് ബന്ധത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക. പിന്നെ അതും ഫലപ്രദമാകാതെ പോയാൽ മാത്രം 3-ാം ഘട്ടം ബദരിബുഹുന്ന എന്ന പദം ഉപയോഗിക്കുന്നു. ക്ലാസിക്കൽ തഫ്സീർ പണ്ഡിതന്മാർ ഈ വാക്കിന് നൽകുന്ന വിശദീകരണം വേദനിപ്പിക്കാത്ത, അപമാനിക്കാത്ത, ശരീരത്തിൽ അടയാളം പോലും വരുത്താത്ത ഒരു സിംബോളിക് ഗസ്റ്റർ മാത്രമായാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഒരു സിംബോളിക് ഗസ്റ്റർ മാത്രമാണ് തല്ലും എന്നുള്ള ആ ഒരു രീതി. അല്ലാതെ അവളെ എടുത്തിട്ട് ആറഞ്ഞ് പുറഞ്ഞ് തല്ലാൻ, വെട്ടാൻ, കുത്താൻ, കുത്തിക്കൊല്ലാൻ എന്നിവൻ പറയുന്ന കണക്കല്ല. അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു നൈതിക സൂചന മാത്രം, സീരിയസ് ആയിട്ടുള്ള ഒരു വാണിംഗ്. ഇത് അവളുടെ ഭാഗത്തു നിന്നുള്ള അപമര്യാദ അതിർത്തി കടന്നതുകൊണ്ട്, അതിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ശിക്ഷയല്ല, ഹിംസയല്ല, ദേഹത്ത് വേദന വരുത്താൻ പാടില്ല. വേദന വരുത്താതെ അടിക്കാൻ പറ്റൂടെ? അപ്പം അത് അടിക്കാനല്ല ഉപദേശിക്കുന്നതെന്ന് അർത്ഥം. അതൊരു തരം അപമാനം ആണ്. ധിക്കാരിയായ ഭാര്യയ്ക്ക് തല്ല് കിട്ടും എന്നുള്ള സൂചന കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പാട് പോലും വരരുത്. മുഖത്ത് തൊടാനും പാടില്ല, മുഖത്തൊന്നും അടിക്കരുത്. മിസ്വാക്ക് ചെയ്യുന്ന, അതായത് പല്ല് തേക്കുന്ന കുച്ചിയില്ലേ, അത് വെച്ച് ഒരെണ്ണം വിൽക്കുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇമാം നവവി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു
മുതലായവർ പറഞ്ഞത് ഇത് മിസ്വാക്ക്, പല്ല് തേക്കാൻ എന്നാ പറഞ്ഞില്ലേ, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന കമ്പ് പോലുള്ള ചെറിയ വസ്തു കൊണ്ട് നൊന്തുപോകാതെ അടയാളമില്ലാതെ ചെയ്യാവുന്ന ഒരു സൂചന മാത്രമാണ്. അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ലവർ തങ്ങളുടെ ഭാര്യമാരെ ഒരിക്കലും അടിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നല്ലവരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാൽ നിങ്ങളിൽ ഏറ്റവും നല്ലവരായി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ ഭാര്യയെ തല്ലരുത്, ഈ അടിക്കാനേ പാടില്ല, അവരങ്ങനെ അടിക്കുന്നവർ നല്ലവരല്ല എന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ട്. അതെന്താണോ നീ പറയാതിരുന്നത്? ഇതിനകത്ത് അങ്ങനെ ഒരു ക്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ മുഹമ്മദ് നബി പറയത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യമാരെ ഉപദ്രവിച്ചായിട്ട് എൻ്റെ അറിവിലും ഇല്ല. ഇനി നബി തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയെയും ഒരിക്കലും അടിച്ചിട്ടില്ലെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാൽ ഖുറാനെ സ്ത്രീപീഡനത്തിന്റെ പുസ്തകമായി ചിത്രീകരിക്കുന്ന അതിന്റെ ഭാഷയെയും ആത്മാവിനെയും നബിയുടെ സുന്നത്തിനെയും വളച്ചൊടിക്കുന്ന അന്യായ വിമർശനമാണ്. അതാണ് സത്യം. ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായവും ഇത് തന്നെയാണ്. ഞാൻ ഇതിനകത്ത് ഒരുപാട് സെക്ഷനിലൊക്കെ കയറി ഇറങ്ങി ശരിക്കും മനസ്സിലാക്കിയ ശേഷം പറയുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് പറഞ്ഞ ഈ ഒരു കോണ്ടസ്റ്റിനെ തെറ്റിദ്ധാരണാജനകമായി വളച്ചൊടിക്കുന്ന നിനക്കൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ ഒക്കത്തില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, ആ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ട്. ആൺമേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണ്. അവിടെ സ്ത്രീകൾ പരിഗണിക്കപ്പെടുന്ന, സംരക്ഷിക്കപ്പെടേണ്ടവൾ എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പ്രാക്ടിക്കലല്ല. ഇത് ഒരുപാട് കാര്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യവും കൊണ്ട് ഇന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്, കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലായിടത്തുമുണ്ട്. പക്ഷെ ഈ മതത്തിൽ അങ്ങനെ അത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇതുവരെയില്ല. അങ്ങനെ വരുത്തേണ്ട ഒരാവശ്യവും ഇല്ലാത്ത ഒരു മതമായി ഇസ്ലാം മതം അവിടെ നിലനിൽക്കുന്നിടത്ത് നിന്റെ ഈ പൊള്ള ന്യായത്തിന് ഒന്നും പറയാനില്ലടാ. പച്ചപ്പോക്കൃത്തരമാണ്. ഇന്നത്തെ കാലത്ത് പെണ്ണാണ് അധികാരി, ഇന്നെന്നല്ല അന്നും പെണ്ണാണ് അധികാരി, പെണ്ണിനാണ് അധികാരം. പെണ്ണ് തീരുമാനിക്കും. ഇപ്പോൾ ഫസഹ് ഉണ്ട്, അത് പെണ്ണാണ് തീരുമാനിക്കുന്നത്. ഭർത്താവ്, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വിവാഹ ജീവിതത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ലൈംഗിക പ്രശ്നമാണ്. സ്ത്രീകൾ സാറ്റിസ്ഫൈഡ് ആകാറില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് അവർക്ക് അവനെ ഉപേക്ഷിക്കാം എന്നുള്ളതാണ്. അത് അത്രയും പ്രിവിലേജ്ഡ് ആയ മറ്റൊരു സംഗതിയില്ല. നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ദ വെരി നെക്സ്റ്റ് മൊമെന്റ് നമ്മളുടെ സെക്ഷൽ നീഡിനാണ്. അവിടെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, അയാളെ കളയാമെന്നാണ് പറയുന്നത്. ആ ബന്ധം വേണ്ട എന്നാ പറയുന്നത്. അതേപോലെ എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന തലാഖാണ് ഇമ്പോർട്ടൻ്റ്. അല്ല, സ്ത്രീകൾക്കാണ് പരിഗണന. സമ്പാദിക്കാൻ, അവളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത അവളെ കെട്ടണ്ട. മഹർ കൊടുത്താണ് കൊണ്ടുവരുന്നത്, മഹറാണ് കൊടുക്കുന്നത്. അത്രത്തോളം പരിഗണനയുള്ള മറ്റൊരു മതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ ഇവൻ പറഞ്ഞ അടുത്ത പോയിന്റ് എന്താണ്? സ്ത്രീകളെ ഒരു കാരണവശാലും ഇതുപോലെ പരിഗണിക്കാത്ത മറ്റൊരു ഇതിനെ അവൻ കണ്ടിട്ടില്ല. ഇത്രയും മോശപ്പെട്ട, സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്ന മറ്റൊരു മതം അവൻ കണ്ടിട്ടില്ല. ഇവൻ പറയുന്ന രീതിയിലാണെങ്കിൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കാര്യം, സ്വന്തം ഭാര്യയെ കൊല്ലാൻ കൊടുത്തു വിട്ടതാണ് രാമേട്ടൻ ആണല്ലോ. ഇവിടെ ഞാൻ രാമന്റെ കാര്യം പറയുന്നതിന്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഹിന്ദുമത വിശ്വാസികൾ കൊണ്ടു നടക്കുന്ന രാമനെയാണല്ലോ, ജയ് ശ്രീരാമൻ. അദ്ദേഹം എന്താണ് ചെയ്തത്? മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ സ്വന്തം അനിയന്റെ പക്കൽ കൊന്നുകളയാൻ, അതും ഗർഭിണിയായ ഭാര്യയെ കൊന്നുകളയാൻ കൊടുത്തു വിട്ടതാണ്. ഇത് അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധവും നുണയോ അല്ലേ? ഇനി നമ്മൾ ഹിന്ദു മതവിശ്വാസത്തിലേക്കൊന്നും പോകണ്ട. ഇവൻ പറയണ ഇവന്റെ സാധനത്തിലേക്ക് തന്നെ വരാം. ഏത് ക്രിസ്തു മതത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ പെണ്ണ് കന്യകയാണോ എന്നറിയണം, തിരിച്ചില്ലേ കന്യകനാണെന്ന് അറിയണ്ടേ? ഈ ഒരു സംഗതിയിൽ പെണ്ണ് കന്യകയല്ല എന്നറിയുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയുന്ന ഒരു സാധനമുണ്ട്, അത് കേൾക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോണത്. പഴയ നിയമത്തിൽ പലയിടത്തും കർക്കശമായ സാധനമുണ്ട്. ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുമ്പം ഇവർക്കുള്ള നിയമം തന്നെയാണ് പഴയത്. അവർക്കത് വേണ്ടാന്ന് വെച്ചാൽ അവർ പുതിയത് അവരുണ്ടാക്കിയതാണ്. പക്ഷെ ഖുർആനിൽ അങ്ങനെ പഴയ ഖുർആൻ പുതിയ ഖുർആൻ എന്നൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഇതിനകത്ത് പോലെ വിവാഹ സമയത്ത് കന്യകയല്ലെന്ന് തെളിയിക്കപ്പെട്ടാൽ യുവതിയെ കല്ലെറിയണം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് ആവർത്തനം 22, 20, 21. കന്യകയല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറയുന്നത്. വിവാഹ ബന്ധത്തിൽ ഭാര്യയെ ചെയ്യാന്നുള്ള കാര്യമാണ്. അല്ല, ഇത് നമ്മൾ പൊളിറ്റിക്കലി വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം റീസെൻ്റ്ലി ലിബി ഒരു കേസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഈ കന്യകത്വത്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ മദർ മേരിയുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ യുക്തിവാദി ലിബി പോയിട്ടുണ്ടായിരുന്നു കേസിന്. അവസാനം കോടതി പറഞ്ഞ് അവർക്ക് കന്യകത്വം ഉണ്ടോ ഇല്ലെന്ന് തെളിയിക്കലല്ല കോടതിയുടെ പരിപാടി, എടുത്തുകൊണ്ട് പോടിയിരുന്നു. അവളെ കേസിൽ നിന്ന് ഊരി വിടുകയും ചെയ്തിട്ടുണ്ട്. സഭ കൊണ്ടുപോയി കൊടുത്ത കേസാണ്. അപ്പം ആ വിഷയത്തിലേക്ക് പറഞ്ഞില്ല, കല്ലെറിഞ്ഞ് കൊല്ലണമെങ്കിൽ പിന്നെ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ഒരാളാണല്ലോ അവർ.
അപ്പം അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഒന്ന് ആലോചിക്കുന്നത്. വൈരുദ്ധ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംഗതിയാണിത്. നമ്മൾ ഇനി അതിലേക്കൊക്കെ പോയി ഡീപ്പിലേക്കൊക്കെ ഒന്നും പോവേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ഇവിടെ ക്രൈസ്തവരെ അപമാനിക്കാനോ അവഹേളിക്കാനോ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ പറയുന്നത് എൻ്റെ വായ തുറക്കാൻ നീ ഇടവരുത്താതിരിക്കുന്നതായിരിക്കും നിനക്ക് സേഫ്റ്റി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതിനകത്ത് സ്ത്രീകൾക്ക് ഇവർ കൊടുക്കുന്ന പരിഗണനയ്ക്ക് അതൊരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നുന്നു. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു സഭയുടെ തലവനായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലവനാണ്. എഫേസ്യർ 5:22-23. ഈ ഒരു വിഷയം നിന്റെ ഉള്ളിലുള്ളതുകൊണ്ടല്ല നീ ആ പെണ്ണുപിള്ളയെ അടിച്ചത്. നിനക്ക് തലവനായിട്ടിരിക്കണം, അവൾ നിന്റെ അടിയിലിരിക്കണം. അതല്ലേ നിന്റെ പരിപാടി. പിന്നെ മൗനം പാലിക്കുക. സ്ത്രീകൾ സഭകളിൽ മൗനം പാലിക്കണം. സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല. നിയമം പറയുന്നത് പോലെ അവർ കീഴ്പ്പെട്ടിരിക്കട്ടെ. അവർക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കന്യാസ്ത്രീമാർക്ക് ഏർപ്പെടുന്ന ബുദ്ധിമുട്ട് വരുമ്പോൾ സഭ പള്ളിയിൽ അച്ഛന്മാരോടെ നിൽക്കുന്ന കന്യാസ്ത്രീകളെ ചവിട്ടി പുറത്താക്കുന്നത്. അവരെന്ത് വേണോ അനുഭവിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്നത് അച്ഛന്മാർ മാത്രം, കന്യാസ്ത്രീകൾക്ക് അവിടെ ഇല്ല. അവർ കല്യാണം കഴിക്കണമെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചിട്ട് അവർക്ക് പ്രതികരിക്കാമെന്നായിരിക്കും അത് പറയണം, അല്ലേ? എന്തോ ഏതായാലും ഇത് 1 കോറിന്തോസ് 14:34-35. ഇങ്ങനെ ഒരു 100 സാധനങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അതേപോലെ ഇവൻ പറഞ്ഞു പിന്നെ മാവോയിസം, മറ്റേയിസം, മറിച്ചയിസം, അന്നയിസം, ഇന്നയിസം, എന്തിസം, ബന്ധുക്കോസിസം. ഈ ഇസത്തിലൊന്നും അവ ഇത് കണ്ടിട്ടില്ല. മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും കൂടെ പറയാം. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി നിലനിൽപ്പില്ലെന്നും ബാല്യത്തിൽ പിതാവിനും യൗവനത്തിൽ ഭർത്താവിനും വാർദ്ധക്യത്തിൽ പുത്രനും കീഴ്പ്പെടണം എന്ന് മനുസ്മൃതി പറയുന്നു. അത് 5:148 മനുസ്മൃതിയുടെ ഇതാണ് ഞാൻ പറയുന്നത്. ഭാര്യ തെറ്റ് ചെയ്താൽ അവരെ ചരട് കൊണ്ടോ മുളവടി കൊണ്ടോ അടിക്കാവുന്നതാണ്. ശരീരത്തിന്റെ പുറകുവശത്ത് മാത്രമേ അടിക്കാവൂ എന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അത് 9:299-300 പറയുന്നുണ്ട്. ഇത് തുളസീദാസ് രാമായണത്തിൽ രാമചരിതമാനസത്തിലെ ഒരു വരിയിൽ ദോൽ ഗവാർ ശുദ്ര പശു നാരി സകൽ ധാടനാക്കേ അധികാരി. ഇത് ഹിന്ദിയല്ല, മറ്റേ ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ. നിങ്ങൾ അതിന്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. ചെണ്ടയും വിഡ്ഢിയും ശൂദ്രനും മൃഗവും സ്ത്രീയും ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ചെണ്ടയും വിഡ്ഢിയും ശൂദ്രനും എന്ന് പറഞ്ഞാൽ അറിയാം, മൃഗവും സ്ത്രീയും ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, അടിക്കപ്പെടേണ്ടവരാണ് എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇതേ സംഗതി നിങ്ങൾ തീമോഥയോസ് 2:11-12 സ്ത്രീ ശാന്തതയോടെ പഠിക്കട്ടെ, പുരുഷന്റെ മേൽ അധികാരം പ്രയോഗിക്കുവാൻ ഞാൻ അനുമതി കൊടുക്കുന്നില്ല. ഇത് ബൈബിളിക്കലാണേ. ഈ സ്ത്രീകളെ ഭർത്താക്കന്മാരോട് കീഴടങ്ങാനാണ് ബൈബിളിക്കൽ പറയുന്നത്. ഈ കീഴടങ്ങൽ എന്ന് പറയുമ്പോൾ എന്താണ്? പെണ്ണിന് പ്രത്യേകിച്ച് വോയിസ് ഇല്ല എന്നുള്ളതല്ലേ ചുരുക്കം. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു വിവർത്തനവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമൊക്കെ കൊണ്ടുവരുമ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമങ്ങളും ഈ പറയുന്ന ബൈബിളിക്ക് സാധനത്തിലില്ല. അതിൻ്റെ തെളിവും കൂടെ ഞാൻ പറയാം. ഇപ്പം സ്ത്രീകൾക്ക് പരിഗണന ഉണ്ടോ ഇല്ലയോ എന്ന് ഇസ്ലാം മതത്തിനെ പറ്റി പറയുന്നതിന് ഒരു തെളിവും കൂടെ പറഞ്ഞുതരാം. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വത്ത് കൊടുത്തിരിക്കുന്ന രീതി, ഉമ്മയ്ക്കുള്ള അധികാരം, അത് സ്ത്രീ എന്നല്ലോ, ഉമ്മ സ്ത്രീ എന്നല്ലോ, പുരുഷനല്ലോ, ആ അധികാരം അത് പരിഗണിക്കപ്പെടുന്ന രീതി, അതിനെ നിങ്ങൾ ഈ ബൈബിളിക്കൽ ഇഷ്യൂലൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. അവിടെ സ്ത്രീകൾക്ക് സ്വത്തേ കൊടുക്കണ്ട. ബൈബിളിൽ സ്വത്തേ കൊടുക്കുന്നില്ല. അതായത് ക്രിസ്ത്യാനികൾ സ്വത്തേ കൊടുക്കൂല. പക്ഷെ ഇപ്പൊ അത് തുല്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് കിട്ടിയെന്നറിയാമോ? മേരി റോയ് എന്ന സ്ത്രീ ഡെക്കേഡുകളോളം പോയി സമരം ചെയ്ത് കേസ് കൊടുത്ത് സ്വന്തം സഹോദരനെതിരെ കേസ് കൊടുത്ത് കേസ് ജയിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു റൈറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. മേരി റോയ് അതിന് ഇറങ്ങിയത് റീസെൻ്റ്ലി ആണ്. ഇത്രയും കാലങ്ങളായി വസ്തു തർക്കം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല. പെണ്ണിനൊന്നും കൊടുക്കൂല. പെണ്ണിനെ അങ്ങനെ പരിഗണിക്കുന്ന പോലുമില്ല. സ്വത്ത് എന്ന് പറയുന്നത് അത് ആണുങ്ങൾക്ക് മാത്രമാണ്, പെണ്ണുങ്ങൾക്ക് കിട്ടൂല. എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാ ഭർത്താവിൻ്റെ അണ്ടറിൽ കിടന്ന അവൻ വല്ല നക്കാപ്പിച്ചും തന്ന അതും തിന്നുകൊണ്ടൊരു മൂലയിൽ കിടന്നുകൊള്ളുക എന്ന് പരിഗണിക്കപ്പെടുന്ന നിന്റെ ആ മതം, അല്ലെങ്കിൽ നീ പറയുന്ന ആ ക്രൈസ്തവർ, ഞങ്ങൾ ക്രിസ്ത്യാനികൾ, നിങ്ങൾ പെണ്ണുങ്ങളോട് ചെയ്യുന്ന അത്രയും ദ്രോഹമൊന്നും വേറെ ഒരു കമ്മ്യൂണിറ്റിയിലും ആരും ചെയ്യുന്നില്ലടാ, ഒരിടത്തും ചെയ്യുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ പറ്റും. പക്ഷെ 2 വിഭാഗങ്ങൾക്ക് നൊമ്പലം വരും, മനസ്സിലായ? അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. വിവാഹബന്ധത്തിലെ പവിത്രതയും വിവാഹബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇസ്ലാമിലുള്ള വിവാഹ ബന്ധത്തിനെ പറ്റിയും വിവാഹമോചനത്തിനെ പറ്റിയുള്ള നിയമങ്ങൾ പഠിച്ചാൽ മാത്രം മനസ്സിലാകും. പെണ്ണിന് ഇത്രയും അധികാരം കൊടുക്കുന്ന, പെണ്ണിന് ഇത്രയും ധിക്കാരം കൊടുക്കുന്ന മറ്റൊരു മതമില്ല. പക്ഷെ ഇത് എന്താണെന്നറിയാമോ? ഇത് മനസ്സിരുത്തി ഈ പെണ്ണുങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവളുമാർക്ക് ഇത് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളുടെ അധികാരബന്ധം നമ്മൾ മനസ്സിലാക്കാതെ നാട്ടുകാർ മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് നിൽക്കുന്നതും എനിക്കത് മനസ്സിലായത് കൊണ്ട് തന്നെ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അത് പ്രവർത്തിപ്പിക്കുന്നു. വിവാഹമോചനം വന്നപ്പോൾ തരില്ല എന്ന് പറഞ്ഞു, തരൂല എന്ന് പറഞ്ഞു, സൗകര്യമില്ല തരാൻ.
നീ അനുഭവിക്കണം, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നാ പറഞ്ഞേ. ആണോ, നന്നാ ഒരു ഇണ്ടാസ് ഞാൻ അങ്ങോട്ട് തരാം. ഒറ്റ വാക്കേ ഉള്ളൂ, ഫസഹ്. ഞാൻ നിന്നിൽ താല്പര്യമല്ല, എനിക്ക് താല്പര്യമില്ല. ഇത് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞു, കൃത്യമായി പേപ്പർ ഇട്ടു. ഇതേപോലെ വർഷക്കണക്കിന് 10ഉം 20ഉം വർഷത്തിന് അവിടെ കയറി ഇറങ്ങി ബിഷപ്പിന്റെ കാലുമുക്കി, അങ്ങനെ ഒന്നും വേണ്ട. നിസ്സാരമായ പെണ്ണിന് തൂത്തെറിയാൻ പറ്റും, പക്ഷെ കുട്ടികൾക്ക് ചിലവ് അതവൻ കൊടുത്തേ മതിയാവുള്ളൂ. സ്ത്രീകളെ ഇത്രത്തോളം പ്രിവിലേജ്ഡ് ആക്കിയ മറ്റൊരു മതം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. സീരിയസ്ലി ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു വേർഷൻ ഉണ്ട്, ഫസഹ് അല്ലാതെ മറ്റൊരു വേർഷൻ ഉണ്ട്. അതിൽ ഇവൾക്ക് നഷ്ടപ്പെട്ട സ്വത്ത് വരെ അവൻ്റെ നിന്ന് വാങ്ങിച്ചെടുക്കാം ഇപ്പോഴത്തെ നിയമത്തിൽ. അതായത് ഇന്ത്യയിലെ നിയമത്തിൽ അനുസരിച്ചിട്ട് ഈ ജീവനാംശം എന്നൊരു സംഗതിയില്ലേ, അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജീവനാംശം എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോഴാണ് എടാ പൊട്ട, ഒന്നുകിൽ നീ ഇത് നേരെ ചെവ്വേ പഠിക്കും, അല്ലാതെ നീ കോമ്പറ്റീഷൻ ഇറങ്ങരുത്. ഈ ലിയാഖത്ത് അലിയും ആരിഫ് KUN മോനും ഒക്കെ ഇരുന്നുകൊണ്ട് കൊണ പറയുന്നതാണ് ആ സാധനം കൊണ്ട് തഫ്സീർ മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രന്ഥങ്ങളിലെ ഒരു വിഭാഗീയതയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യസ്തതയൊക്കെ കൊണ്ടുവന്നിട്ട് ഡിഫൈൻ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും വന്നാൽ ഞാൻ ഈ ആധുനിക കാലഘട്ടത്തിലെ കാര്യങ്ങളും പഴയ കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്തിട്ട് പറയും. ക്ലബ് ചെയ്യുക മാത്രമല്ല, ഈ പറയുന്ന 3ന്റെ വിഭാഗീയത പറയും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു മതവും ഒരാളും വിടണമെന്ന് ഞാൻ പറയത്തില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നന്മകൾ ഉൾക്കൊള്ളുക, തിന്മയെ നീക്കി നിർത്തുക, നല്ലതും അനുസരിച്ച് മുൻപോട്ട് പോവുക. മതം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ആസ്പെക്റ്റാണ്, അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ ഇതാണ്, തികച്ചും സ്വകാര്യമാണ്. എൻ്റെ മതം എൻ്റെത് മാത്രമാണ്, ഞാനത് മറ്റൊരാൾക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. നീ അത് അങ്ങനെയല്ല ചെയ്തത്. നിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഇസ്ലാമിയരായിരുന്നു, അവരെ മതം മാറ്റി നീ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള ഇല്ലാവചനം പറഞ്ഞിട്ടാണ്. അവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഖുർആൻ പഠിക്കൂ, മനസ്സിലാക്കൂ, ഇതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കൂ. പോകുമ്പോൾ പണ്ഡിതനെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് കിടക്കുന്ന ഊശാൻ താടിക്കാരൻ അലവലാതിയുടെ അടുത്ത് പോകരുത്. കാര്യങ്ങൾ മനസ്സിലായ വ്യക്തതയോടെ ബോധ്യമുള്ള മനുഷ്യരുടെ അടുത്തേക്ക് പോകും. അവർ മെനക്കെട്ട് നമുക്കിത് പറഞ്ഞു തരും. എനിക്ക് ശരിക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ എന്നെ നന്നായി പഠിപ്പിച്ചു തരുന്ന അധികാരികളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ആം ബ്ലെസ്ഡ് ആണ്. ഇത്രയ്ക്ക് പെട്ടെന്ന് എനിക്ക് ഇത്രയും പേര് പണ്ഡിതന്മാരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത് ഒരുപക്ഷെ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്നിരുന്ന കമൻറ്റുകളുണ്ട്, നീ പണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ എനിക്കിത് ഇത്ര ഈസി ആയിട്ട് കിട്ടിയത്. ഞാൻ ബ്ലെസ്ഡ് ആണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ്. എനിക്ക് സങ്കടം വരും. അത് സത്യത്തിൽ ഞാനത് പറഞ്ഞത് ഒരു നിയത്താണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിയത്. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറിത്തിങ് ക്ലിയർ ചെയ്ത് തന്നത് അതുകൊണ്ടാണ്. നമുക്ക് കൺഫ്യൂഷൻസ് വരും. ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. സൈൻ തീറ്റ, കോസ് തീറ്റ, വാസ് തീറ്റ, തീസ് തീറ്റ എന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പറയും. നമുക്ക് വല്ലതും മനസ്സിലാവുമോ? എങ്ങനെ നമ്മളത് മനസ്സിലാക്കിയെടുക്കും? സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ്. സംശയം ചോദിക്കുന്നവർ പഠിത്തം കൂടുതൽ പഠിക്കും. ആ ചോദ്യങ്ങൾ നമുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ഒരു മതങ്ങളും ഒരു രീതിയിലും സ്ത്രീകളെ പരിഗണിക്കപ്പെടുന്ന ഒരു രീതിയിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത മുന്നിൽ നിൽക്കുന്നത്. സ്ത്രീകൾ പരിഗണിക്കപ്പെടണം. വിവാഹത്തിൻ്റെ കാര്യം 4 കെട്ടുന്നു 40 കെട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അതിനകത്തുമുണ്ട് ക്ലൗസ്. ആദ്യത്തെ ഭാര്യ പൂർണ്ണ സമ്മതയായിരിക്കണം. അതിപ്പോൾ അവളുടെ പെർമിഷൻ ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അവൾ പറഞ്ഞാൽ തീർന്നു. അവൾക്കത് പറയാനുള്ള ഒരവസരം ബാക്കി വെക്കരുത്. നിന്റെ ഇണകളിൽ ഒരാൾ നിന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നീ ആണേയല്ല, നീ ഇസ്ലാമേ അല്ല. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ, ഈ പുസ്തകത്തിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ, പഠിക്കാതെ ഇതിനെ ഡിഫൈൻ ചെയ്ത മരിയോയെ പോലുള്ള വായി നോക്കികളാണ് ഈ മതത്തിൻ്റെ മുഖം വൈകൃതമാക്കുന്നത്. ഇത് സമാധാനം മുന്നോട്ട് വയ്ക്കുന്ന മതമാണ്, നന്മ മാത്രം പഠിപ്പിക്കുന്ന മതമാണ്. ഞാൻ പഠിച്ച മദ്രസയിൽ ഇന്നവരെ ഇതുപോലുള്ള വൃത്തികേടുകൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അവിടെ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും മതബോധങ്ങളാണ് പഠിപ്പിക്കുന്നത്. നീ ഈ മതത്തിൽ നിൽക്കണമെങ്കിൽ നിഷ്ഠകൾ അനുസരിക്കണം, വൃത്തിഹീനമായി നടക്കരുത്, ബോഡി ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം. ഇത് പഠിപ്പിക്കുന്നതിനാണ് ഈ പറയുന്ന ആളുകൾ അവരെ തല്ലാൻ കയറുന്നത്. എന്തുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിക്കും, അതായത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നിയമങ്ങൾ അന്നേ എഴുതി വെക്കപ്പെട്ടതുകൊണ്ട് ആ നിയമവലിയെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ഇതുപോലുള്ള വിഘടനവാദികൾക്ക് ഭയമാണ്. അവർക്ക് ഉച്ചനീചത്വങ്ങൾ, പോക്രിത്തരങ്ങൾ ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതിലേക്ക് ഇവർ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനെ എതിർക്കും. അത് എതിർക്കുക എന്നുള്ളതാണ്, അത് ഈമാന്റെ പകുതിയാണ്. അത് അവർ ചെയ്തേ മതിയാവുള്ളൂ എന്നാണ്. അവരുടെ മുന്നിൽ ഒരു അന്യായം കണ്ടാൽ അതിനെ തട്ടിക്കേൾക്കുക എന്നുള്ളത് അവരുടെ റൈറ്റ്സ് ആണ്. അതാണ് നിന്റെ കമന്റിന്റെ അടിയിൽ വരുന്നത്. അവിടെ അവരാരും മതബോധമല്ല, മതവിശ്വാസമാണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത്. ആ മതവിശ്വാസത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യം വളരെ ന്യായമല്ലേടാ. നിന്റെ ഒപ്പം, നിന്റെ കൂടെ നിനക്ക് എത്രയോ കാലങ്ങളോളം സന്തോഷം തന്നെയാണ്,
പെണ്ണിനൊരു പക്ഷേ സന്തോഷം കുറവായിരിക്കും. സെക്ഷൽ ഇൻ്റർകോഴ്സിൽ പെണ്ണ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകാൻ ചാൻസ് വളരെ കുറവാണ്. അത്രത്തോളം അവൾ എഫർട്ട് എടുത്താൽ മാത്രമേ ആ ഒരു ബന്ധത്തിൽ അവൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ ആണുങ്ങൾക്കത് പൂർണ്ണമാണ്. ഒരു ദിവസം പോലും ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നിങ്ങൾ ഉറങ്ങില്ല. പെണ്ണങ്ങനെയല്ല, പരിഗണനയിൽ ഉറങ്ങും, പോട്ടേന്ന് വെക്കും. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ അത് വേണ്ടാന്ന് വെക്കും. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല. ഓരോ ദിവസവും നിങ്ങൾ സുഖിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പൂർണ്ണത നേടിയ ഒരു സന്തോഷമാണ് നടന്നു പോകുന്നത് ആ കുട്ടി. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല, പെയിൻഫുള്ളാണ്. അത്രത്തോളം വേദന അനുഭവിച്ചിട്ടാണ് അവളൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അങ്ങനെയുള്ള ആ പെണ്ണ് ഇത്രത്തോളം സന്തോഷം നിനക്ക് തന്നു, 2 പെൺമക്കളെ തന്നു, അരിമയുള്ള 2 കുഞ്ഞുങ്ങളെ നിനക്ക് തന്നു. എന്നിട്ടും നീ അവളെ കള്ളു കുടിച്ചെന്നും ഡ്രൈവറുടെ കൂടെ ഉറങ്ങിയവളെന്നും പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ നിന്നോളം മ്ലേച്ഛൻ വേറെ ആരുണ്ടടാ? നീ ഇനി ഇസ്ലാം എന്ന് പറയല്ലേടാ, നീ ക്രിസ്ത്യാനി തന്നെയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ഭാര്യയെ കീഴ്പ്പെടുത്തി ജീവിക്കുക എന്നുള്ളത്. ഇസ്ലാം കീഴ്പ്പെടാൻ പറയുന്നില്ല, പെണ്ണ് അണ്ടറിൽ വരണമെന്നല്ല പറയണത്. പെണ്ണിനാണ് അവകാശം, പെണ്ണ് സംസാരിക്കട്ടെ, പെണ്ണ് മുന്നോട്ട് വരട്ടെ. ലോകത്തെ ആദ്യത്തെ സർവകലാശാല ഉണ്ടാക്കിയത് ഒരു പെണ്ണാണ്. വിദ്യാഭ്യാസം വേണമെന്നും വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കണമെന്ന് പറഞ്ഞതും പെണ്ണ് തന്നെയാണ്. ആ പെണ്ണിനെ പരിഗണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ നീ സർവകലാശാല ഉണ്ടാക്കിയോടി, മിണ്ടരുത്, നീ വീട്ടിയിരിയടി എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലുള്ള ഓരോ സ്ത്രീകളെ പറ്റിയും അതിനെപ്പറ്റിയും പുസ്തകങ്ങളുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് മനസ്സിലാക്കാതെ എന്തൊക്കെയോ തനിക്ക് അറിയാം എന്നുള്ളൊരു വ്യാജേന വന്നിരുന്നു കൊണ്ട് കുത്തിപ്പറക്കി ഓരോന്ന് പറയുമ്പം പൊന്നു മരിയോ അണ്ണ, ക്രിസ്ത്യാനികളെ പറ്റിക്കുന്ന കണക്ക് ഇസ്ലാമിയരെ പറ്റിക്കാൻ നീ വരല്ലേ, നടക്കുന്ന കേസല്ല. ഞാൻ ഇത് ഇത്രയും സമാധാനപരമായി പറഞ്ഞത്, ഞാൻ പറയുന്ന വാക്കുകളിൽ ഞാൻ പറയുന്നത് കാര്യമല്ല, തെറിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്രത്തോളം വിശദീകരിച്ച് പറഞ്ഞത്. ഇതിൽ മെയിനായിട്ട് ഇസ്ലാമിലെ ഒരുപാട് പെണ്ണുങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. അവരോടാണ് പറയണത്, നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ നിങ്ങളോട് മോശമായി പെരുമാറിയാൽ അത് മതത്തിൻ്റെ തലയ്ക്ക് കൊണ്ടുവയ്ക്കരുത്. അത് നിന്റെ വീട്ടിലുള്ള നിന്റെ അമ്മായിയമ്മയുടെ കുഴപ്പമാണ്. ആ തള്ള മര്യാദയ്ക്ക് വളർത്താത്തതിൻ്റെ ഹറാം പറപ്പാണ് ചെറുക്കാൻ കാണിക്കുന്നത്, അല്ലാതെ അത് മതത്തിൻ്റെ പ്രശ്നമില്ല. മതത്തിൽ കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ഈ പറയുന്ന അടിക്കൽ എന്ന് പറയുന്ന ഈ ഒരു സംഗതിക്ക് 100ഓളം അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ അറബി വേർഡിന് 100ഓളം അർത്ഥങ്ങൾ അവിടെ ഉണ്ട്. ആ അർത്ഥതലങ്ങളൊന്നും മനസ്സിലാക്കാതെ പച്ചപ്പോക്കൃതരം പറയുന്ന ഈ വായി നോക്കിയേ ഒന്നും പറയാനില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഇനി ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, അതും കൂടെ ഒന്ന് പറയാം. ഈ അറബി ഭാഷയിലെ തറാബ എന്ന വേർഡ്, അതായത് അടിക്കുക എന്ന വേർഡ്, അതിൻ്റെ ഒരു 100ഓളം ഇതുണ്ടെന്ന് പറഞ്ഞില്ല. അതിൽ കുറച്ച് ഭാഗം ഞാൻ കുറച്ച് കാര്യം പറയാം. ഖുറാനിലും ഹദീസിലും സാഹിത്യത്തിലും ഉപയോഗിക്കുന്ന വളരെ വ്യാപകമായ അർത്ഥങ്ങളുള്ള ഒരു അടിസ്ഥാന പദമാണ് ക്ലാസിക്കൽ അറബി നിഘണ്ടു. അത് അറബി നിഘണ്ടുകൾ കുറേയധികം പേരുകളുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും കേട്ടോ. അതിലെ പ്രധാന അർത്ഥങ്ങൾ: 1 അടിക്കുക, 2 സ്പർശിക്കുക. ഈ തറാവ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്സ് ആണ് ഈ പറയുന്നത്. പ്രഹരം നൽകുക, കൊട്ടുക, വേർതിരിക്കുക, മറയിടുക, മൂടുക, ഉദാഹരണം പറയുക, ഉപമ പറയുക, യാത്ര ചെയ്യുക, പുറപ്പെടുക, മുന്നേറുക, സ്ഥാപിക്കുക, ചിഹ്നം വയ്ക്കുക, അടയാളപ്പെടുത്തുക, മുദ്രയിടുക, മുദ്ര വയ്ക്കുക, പ്രയോഗിക്കുക, നിയമമാക്കുക, തടയുക, മാറ്റുക, ഒഴിവാക്കുക, ബന്ധം വിച്ഛേദിക്കുക, ഉപേക്ഷിക്കുക, മിശ്രിതമാക്കുക, ചേർക്കുക, ശിക്ഷ നിർണയിക്കുക, നിരക്ക് നിശ്ചയിക്കുക, മണ്ണിടുക, നിലയുറപ്പിക്കുക, അകറ്റുക, മുന്നറിയിപ്പ് നൽകുക. ഇതിൽ 100ൽ പരമുണ്ട്. ഞാൻ ഒരു 31 മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. കഠിനമായി അടിക്കുക എന്ന ഒരു കാര്യം ഈ തറാവ എന്ന വേർഡിന് ഇല്ല. ഇപ്പം ഇവൻ പറഞ്ഞത് പൊട്ടത്തരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം വെടിയിട്ടില്ലേ? ഇവൻ പറഞ്ഞ പോയിന്റ്, അതായത് ആ ഒരു സംഗതി, ആ ഒരു വാക്യം പോലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആയത്വമല്ല അവൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ളത്. അവനൊരു വാഴയും ഞൊണ്ണേ അറിഞ്ഞൂടാ. മറ്റു മതസമൂഹത്തിൽ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന രീതി അതിനെപ്പറ്റി അവൻ അറിയത്തില്ല എന്ന് പറയുന്നിടത്തിന് അവൻ പട്ടനുണയനാണെന്നുള്ളതിൻ്റെ തെളിവാണത്. ഞാൻ ഇപ്പോഴും പറയുന്ന ക്രിസ്തുമത വിശ്വാസികളോടാണ്, ദയവ് ചെയ്ത് ഇവന് മൂക്ക് കയറിയിട്ടില്ല എങ്കിൽ ഈ ഭാഷ ഞാനങ്ങ് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്ത് ഞാൻ ഇപ്പോഴും നിങ്ങളെ അപമാനിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അറിയാത്ത കാര്യങ്ങൾ വന്ന് പറയണ്ട എന്നുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നതിനപ്പുറം ഈ ഒരു വിഷയത്തിൽ ഞാൻ ആധികാരികമായിട്ട് ഇറങ്ങും. വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ദയവ് ചെയ്ത് എന്നെ കൊണ്ട് മൈക്കെടുപ്പിക്കരുത്, ചെയ്യിക്കരുത്. എനിക്ക് അമ്മനെയും തുമ്പനെയും പേടിയില്ല എന്നുള്ളത് മറന്നു പോകരുത്. ഇത് ഒന്നുകൊണ്ടും നിങ്ങൾ ബാക്കിയുള്ള സാധാരണ സഭക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കേസ് കൊടുത്ത് ഒതുക്കുകയെന്ന്. അതൊന്നും നടക്കൂല. ഞാൻ തന്നെയാണ് എൻ്റെ അഭിഭാഷക, ഞാൻ തന്നെ ഇത് നേരിടും എന്നുള്ളത് മറന്നു പോകണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന മരിയോയ്ക്ക് നിങ്ങൾ മൂക്ക് കയറിടാത്തിടത്തോളം നിങ്ങൾ സമൂഹത്തിൽ നാറും എന്നുള്ളതാണ് വസ്തുത.
അപ്പൊ ഈ ഒരു വിഷയത്തിൽ അവൻ പറഞ്ഞ പോക്കൃത്തരങ്ങൾക്ക് നിങ്ങളാണ് ഉത്തരം പറയേണ്ടി വരിക. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഇത് പറയിക്കാൻ ഇടവരുത്താതിരിക്കുക. സൗഹൃദപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ക്രൈസ്തവരെ അപമാനിക്കാനായി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തടത്ത് നമ്മൾക്ക് ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള വൾഗർ കുലംകുത്തികൾ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ്. മരിയയുടെ ഇന്റൻഷൻ ഒന്നേ ഒന്നുള്ളൂ, അവന്റെ ഭാര്യയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് അവന് കിട്ടാൻ, അവൻ ക്രിസ്ത്യാനിയാണെന്ന് വരുത്തി തീർക്കാൻ അവൻ ഇസ്ലാമിനെ ചാടി കുത്തുന്നതാണ്. ആ ഇട്ട കമന്റിൽ എവിടെയും ആ പയ്യൻ മതം പറഞ്ഞിട്ടില്ല. പറയാത്തൊരു മതത്തിനെ അവൻ എടുത്തു വെച്ച് അവഹേളിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ അഹങ്കാരം അസാധ്യമാണ്. ക്രിസ്ത്യൻസ് അവനെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം, പക്ഷെ മുസ്ലിംസ് അങ്ങനെയല്ല. ഇസ്ലാമിൽ ഈമാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നേരെ നടക്കുന്ന അനീതിക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്. ലോകത്ത് സമാധാനമില്ലാത്ത മതം എന്ന് അവർ പറയുന്നത് ലോക സമാധാനത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യരെ നോക്കിയാണെന്നുള്ളത് ഓർത്തുകൊള്ളുക. ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങൾ അനീതിക്കെതിരെ സംസാരിക്കുക, ശബ്ദിക്കുക എന്നുള്ളതാണ്. അത് അനിവാര്യമായ ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ കമൻറ്റിൻ്റെ താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും പറയുന്ന കാര്യം ഞാൻ പറയുന്നതിൽ കോണ്ടസ്റ്റ് ശരിയല്ല, ഇതങ്ങനെയല്ല, അതൊക്കെ നിങ്ങളുടെ ഡിഫിനിഷനാണ്, നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും വൾഗാരിറ്റി നിറഞ്ഞ ഒരു വൃത്തികേട് അവരവരുടെ കയ്യിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ നേരത്തെ പാഞ്ഞു കയറരുത്. സമാധാനപരമായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് വെച്ച് മൗനം പാലിക്കുന്നു എന്നതിനപ്പുറം ഈ മതം ഞാൻ പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ നല്ലതായിരിക്കത്തില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മരിയോ, ഇനി നീ അവിടുന്ന് തുടങ്ങില്ല എന്ന വിശ്വാസത്തിൽ ഞാനിത് നിർത്തുകയാണ്. തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങും. മാറ്റമില്ല, ഞാൻ തരും. ഒരു മാറ്റവുമില്ല. നന്ദി.